അബത്തനാ അത്വഅതനാ ഫഅഹ്ബബ്നാക്. അങ്ങനെയാണ് അത്വഅതനാ ഫഅഹ്ബബ്നാക് വഅസൈതനാ ഫഅംഹൽനാക് വഇൻ റജഅത ഇലൈനാ ഖബിൽനാക്. നീ നന്മ ചെയ്തപ്പോൾ നിന്നെ ഞാൻ സ്വീകരിച്ചു, നിന്നെ ഞാൻ സ്നേഹിച്ചു. നീ തിന്മ ചെയ്തപ്പോ നിന്നെ പെട്ടെന്ന് ഞാൻ ശിക്ഷിച്ചിട്ടില്ല, നിന്നെ വെറുതെ വിട്ടു. ഇനി ഒരിക്കലൂടെ നീ എന്നിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. മുഅ്മിനീങ്ങൾ ആരെന്നറിയണേ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ, എന്തെങ്കിലും തിന്മ ചെയ്താൽ, തോന്നിവാസം ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, പാപക്കറകളിൽ മുങ്ങിക്കുളിച്ചാൽ, ദഖറുല്ലാഹ്, അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, പറ്റിപ്പോയി റബ്ബേ, മാപ്പ് തരണം റബ്ബേ, പൊരുത്തപ്പെട്ടു തരണം റബ്ബേ എന്ന് അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കും. അവരാണ് സജ്ജനങ്ങൾ. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് നിരന്തരം ചെയ്യുന്നവരല്ല അവർ. വല്ലപ്പോഴും തെറ്റ് പറ്റിപ്പോയേക്കും. ആ തെറ്റ് പറ്റുന്നത് അല്ലാഹു പുറത്തു തരാൻ ഒരുക്കമാണ്. നിരന്തരം തെറ്റ് ചെയ്യുന്നവരല്ല മുഅ്മിനീങ്ങൾ. തെറ്റ് സംഭവിച്ചു പോയേക്കും, ചില ദുർബല നിമിഷങ്ങൾ എന്ന് പറയില്ലേ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, കുടുംബിനികളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ അയൽപക്കങ്ങളിൽ, വീടുകളിൽ, നാടുകളിൽ, രാജ്യത്ത് എത്രയോ പെണ്ണുങ്ങൾ വ്യഭിചാരം സംഭവിച്ചു പോകുന്നു. പ്ലസ് ടു പഠിക്കുന്ന മക്കള്, കോളേജ് പഠിക്കുന്ന മക്കള് പേടിക്ക് കൂട്ടിന് പോകുന്നു. സ്വന്തം അമ്മായിയാണ്, ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, മൂത്താപ്പയുടെ മോളാണ്. ഇതൊക്കെ വിവാഹബന്ധം അനുവദിക്കപ്പെട്ട ബന്ധങ്ങളാണ്, മഹറമുകളല്ലെന്നറിയണം. അങ്ങനെ വീടുകളിൽ എത്ര സംഭവങ്ങൾ പറയാൻ നമുക്ക് നാണം തോന്നുന്ന സംഭവങ്ങൾ. എത്രയോ സജ്ജനങ്ങളായി, സത്യവതികളായി ജീവിച്ച പെണ്ണുങ്ങൾ ദുർബല നിമിഷങ്ങളിൽ പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അല്ലാഹുവിനെ പെട്ടെന്ന് ഓർക്കണേ. എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ജനങ്ങൾ പുറത്തു കൊടുത്തില്ല എന്ന് വരും. ജനങ്ങൾ എത്ര നന്നായാലും പഴയ കഥ പറയും, അവൻ എന്ത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. അല്ലാഹു അങ്ങനെയല്ല. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? റബ്ബ് പുറത്തു തരും. നിങ്ങൾ ചോദിക്കും. വലം യുസിറു അലാ മാ ഫഅലൂ, അവർ ചെയ്ത തിന്മകളിൽ നിരന്തരമായി നിലകൊള്ളുന്ന ആളുകളല്ല. വിശ്വാസിനികൾ അങ്ങനെയല്ല. എപ്പോഴെങ്കിലും തെറ്റുപറ്റിയേക്കാം, മനുഷ്യനല്ലയോ. അപ്പോഴേക്കും അല്ലാഹുവിന് ഓർമ്മ വരണം, പാപങ്ങൾക്ക് പാപമോചനം ചോദിക്കണം. അല്ലാഹു പുറത്തു തരും. 80 വയസ്സായ മനുഷ്യനോടാണ്, നീ എന്നിലേക്ക് തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കും. വഇൻ റജഅത ഇലൈനാ വഇൻ ഉദ്ത ഇലൈനാ ഖബിൽനാക്, എന്റെ മുമ്പിലേക്ക് നീ വന്നാൽ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ മറുപടി ഖബിൽനാക്, നിന്നെ നാം സ്വീകരിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ ആശയമാണ് സൂറത്തു ആലി ഇംറാനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തിരിഞ്ഞു നടക്കാനും പാപമോചനം ചോദിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.